അതുപോലത്തെ ഒരു വെറൈറ്റി ഒരു ആ പോസ്റ്ററൊക്കെ കണ്ടാൽ പോരെ, ആ പോസ്റ്റ് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് ആ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ബെന്നിനെ ഇറക്കിയത്. ആ പോസ്റ്റ് കണ്ടിട്ട് അത്ര നല്ല വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയാണ്. അത്ര ആ മസിലിന്റെ പവറൊക്കെ കണ്ട് എന്ത് രസമാണെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എന്താ പറയാന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നത്, ഇന്നലെ കണ്ണൂരിൽ നിന്ന് കയറിയത്. കണ്ണൂരിൽ നിന്ന് സാറിനെ കാണാൻ ഈ പടം കാണാൻ വേണ്ടി. പക്ഷേ പടം ആദ്യം പോലെ കാണാൻ പറ്റിയില്ല. ഞാൻ കണ്ട് കുറച്ച് ഇന്റർവ്യൂവിന് കുറച്ച് മുമ്പാണ് ഞാൻ കയറിയത്. എന്നെ മാനേജർ കയറ്റി ഞാൻ വന്നപ്പോൾ എന്നെ കയറ്റിവിട്ട് ഞാൻ കണ്ടോടൊപ്പം ഇരുന്ന് എനിക്ക് ഭയങ്കര എൻ്റെ രോമം വരെ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രോമം ഇങ്ങനെ അത്ര വെറൈറ്റിയാണ് സാറിൻ്റെ പടം, അത്ര വെറൈറ്റി. ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരോടും ചോദിക്കുക. അത്ര സൂപ്പറാണ്. പറയാൻ ണ്ട് നമുക്ക് ഒരു ബ്ലഡ് ഫ്ലോ ഓവറായിട്ട് നമുക്കൊരു ബ്ലഡ് ഫ്ലോ ഫീൽ ചെയ്യും. എസ്പെഷ്യലി ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്കും മൂവിയുടെ ടേൺ ഓവറും ട്വിസ്റ്റ് എല്ലാം നമുക്ക് സീൻസ് എല്ലാം അടിപൊളിയായിട്ട് തോന്നും. വിഷ്വൽസ് നല്ല വിഷ്വൽസാണ്. താങ്ക് യു. ശരത്ത് പോവാ. I felt goosebumps. Yeah, during this film, like Madhu sir and Lijo sir's combination, mind blowing. The cinematic vision and all, like super. Well, how excited are you being part of Lal and LJP combination? Like I have a huge LJP fan, like huge, and even Mohanlal sir into it, so it's a double dhamaka. Watching in the theater, how do you feel that when seeing like with the fans, with the crew member, super, like fast show, बहुत अच्छा. ഈ നമ്മൾ കുറേ കഷ്ടപ്പാടെന്ന് എല്ലാവരും പറഞ്ഞാണെന്നാൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ കാണുമ്പോൾ നല്ല രസമായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇത് ഒരു LJP മാജിക് എന്ന് തന്നെ പറയാൻ പറ്റുമോ? ഉറപ്പല്ലേ? നിങ്ങൾ കണ്ടവരാണോ? LJP മാജിക്, പ്യുവർ LJP മാജിക് അല്ലേ ഇത്? പടം സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പേസാണ് ഈ പടത്തിനുള്ളത്. ഒരുപാട് മാസപ്രതീക്ഷ വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനത് മുൻപും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും അത് മാത്രമേ പറയാനുള്ളൂ. ഇത് പ്യുവർലി LJP മാജിക്. നിങ്ങൾ ഫ്രെയിം വൈസ് കാണുമ്പോൾ അറിയാമല്ലോ, LJP മധു നീലകണ്ഠൻ എന്നുള്ള സിനിമോട്ടോഗ്രാഫറും എത്രത്തോളം ഇതിന് യൂസ് ചെയ്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിലിമിൻ്റെ ഫസ്റ്റ് ഷോ കാണുന്നത്. സോ അത് ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ കുലുങ്ങായിരുന്നു. സോ ലിജോ സാർ ഇത്രയും വലിയ മാജിക്കിൻ്റെ ഭാഗമായ മറ്റേതിൽ വളരെയധികം സന്തോഷം. സോ ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാമെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമില്ല. സോ ഒരുപാട് പുതുമുഖങ്ങളെ പരിചയപ്പെടുന്ന ഒരു മൂവി, നല്ല കലാമൂല്യമുള്ള ഒരു മൂവി, ഒരുപാട് കാലത്തിന് ശേഷം മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്റർ തന്നെ ഇരുന്നൊന്ന് കാണണം. ഇത്രയും ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ LJP കയ്യിൽ ഏൽപ്പിച്ചല്ലോ. അപ്പോൾ ആ ഒരു ഇതിന് പടം കണ്ടോ? ഞങ്ങൾ കണ്ടു. മൂവി അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്, വാച്ചബിൾ ആണ്. യു ഷുഡ് സീ ഇറ്റ്. പിന്നെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാണണം. ഓക്കെ, എനിത്തിങ് എൽസ്? മൂവി അടിപൊളിയാണ്. നമുക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ ആസ്പെക്ട്സും അതിനകത്തുണ്ട്. കളർ കോൺട്രിബ്യൂഷനും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ LJPയുടെ സ്ക്രീൻ സൈസും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കുറച്ചൊന്ന് നമ്മൾ മാറി ചിന്തിക്കണം. ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ ചിന്തിച്ചിരുന്ന മൂവി കണ്ടാലേ എക്സ്പെക്റ്റിംഗ് എല്ലാം മാറിയായിട്ട് നമുക്കത് തോന്നത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.